പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എംപിയെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ നീക്കം തുടങ്ങി നേതൃത്വം. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഹൈക്കമാൻഡ്. ശശി തരൂരിനെ പിണക്കി നിർത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്തിൽ ശശി തരൂരിനെ ക്ഷണിക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചടങ്ങിൽ അപമാനിതരായതിൽ അതൃപ്തിയിൽ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത്. ഈ വാർത്തകളിൽ പ്രതികരണവുമായി ശശി തരൂർ രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തനിക്ക് പാർട്ടിയുമായി പ്രശ്നങ്ങളുണ്ടെന്നും അതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പറയുമെന്നൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്നാൽ വാർത്തകളെല്ലാം വരുന്ന വാർത്തകൾ ചിലത് ശരിയായിരിക്കും, എന്നാൽ അത് പൊതുവേദിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം ശശി തരൂർ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എംപിയെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുകയാണ് നേതൃത്വം. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. ശശി തരൂരിനെ പിണക്കി നിർത്തുന്നതൊക്കെ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്. കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്തിൽ ശശി തരൂരിനെ ക്ഷണിക്കാതിരുന്നത് വലിയൊരു വിവാദമായിരുന്നു. ആ ഒരു വിവാദത്തിൽ കഴിഞ്ഞ ദിവസം ശശി തരൂർ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എംപിയെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ് നേതൃത്വം.